നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഇത് കണ്ടിട്ട് നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ചിലര് പരസ്യമായിട്ട് മുരട സ്വഭാവമുള്ള സ്ത്രീകളും പുരുഷന്മാരാണെങ്കിലും ഉള്ളിൽ നിറച്ച് സ്നേഹമുള്ളവരായിരിക്കാം കേട്ടോ. അപ്പൊ പുറത്ത് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നത് എന്ന് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യരുത്. ചിലപ്പോ ഒരാൾക്ക് സ്നേഹം കാണിക്കാൻ അറിയില്ലായിരിക്കും. കപടമായ സ്നേഹം കാണിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ സ്നേഹം കാണിക്കാൻ അറിയാത്ത ഒരാളായിരിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടി കണക്ഷൻ എന്തെങ്കിലും ഉണ്ടായത് ആളാണോ? എന്തായാലും അത് അവസാനിപ്പിക്കാൻ പോകുകയാണെന്നാണ് കാണിക്കുന്നത്. കുറച്ച് ഷാഠ്യമുള്ള ആളാണ്. കുറച്ച് ഷാഠ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ് എന്ന് വിചാരിക്കുന്ന ആളാണിത്. പക്ഷെ അത് ശരി ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ചിലര് ഈ തീയിൽ കുരുത്തവരൊന്നും വെയിലത്ത് പാടില്ല എന്ന് പറയില്ല. അതുപോലത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. തീയിൽ കുരുത്തതാണ്. കുറെ അനുഭവം, ജീവിതാനുഭവങ്ങള് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് വന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോ ഈ വ്യക്തി നിങ്ങളോട് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടില്ലെങ്കിൽ വിവാഹാഭ്യർത്ഥന നടത്തും. അപ്പോ വ്യക്തിക്ക് ഫ്ലേർട്ട് ചെയ്യാനും അറിയാം നിങ്ങളോട്. കുറച്ച് സെൽഫിഷ് ആണ്, ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഒരാളാണ്. സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന, അപ്പൊ നിങ്ങൾ കല്യാണത്തിലേക്ക് എത്തിയിട്ടില്ല, സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോ ചിലർക്ക് സിംഗിൾ ജീവിതം ഇഷ്ടമുള്ള ആളുകളുണ്ട്. അങ്ങനെ സിംഗിൾ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് അബദ്ധത്തിൽ ചാടുന്നത്. ചില സ്നേഹബന്ധത്തിൽ പെടുന്നത് അവർ വിചാരിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ ഇഷ്ടം എന്ന് പറഞ്ഞ് അവസാനം ഒരു റിലേഷൻഷിപ്പിൽ ചെന്ന് കയറും. അവർ വിചാരിക്കാതെ ആ റിലേഷൻഷിപ്പിനെ അവർ പലതരത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇത് പറ്റില്ല, വിവാഹത്തിലേക്ക് പോയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും, നിങ്ങളെ തള്ളി മാറ്റി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണിത്. അതുപോലെ തന്നെ വ്യക്തിയുടെ നെഗറ്റീവ് സ്വഭാവം മുഴുവനും കാണിക്കും. ചില സമയത്ത് മറ്റുള്ളവരോട് ഫ്ലേർട്ട് ചെയ്ത് നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഈ വ്യക്തി പല പ്രാവശ്യമോ വെച്ചാല് നിങ്ങളെ അത്രയും ഇപ്പൊ വ്യക്തിയുടെ സിറ്റുവേഷനിൽ നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. നിങ്ങളില്ലാണ്ട് വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം വ്യക്തി പണ്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പല അനുഭവങ്ങളും ചുറ്റുമുള്ള എക്സ്പീരിയൻസ്, ചിലപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം, ചിലപ്പോൾ ചേട്ടന്മാര് ചേച്ചിമാര് ഇവരെല്ലാം വിവാഹം കഴിച്ചാൽ ബന്ധുക്കൾ വിവാഹം കഴിച്ചപ്പോഴൊക്കെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടായിരിക്കും വ്യക്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ ചിലപ്പോൾ വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇപ്പൊ വന്നിട്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് സ്നേഹത്തിലാണ്. അപ്പൊ അത് വ്യക്തിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറെ പ്രാവശ്യം നിങ്ങളെ വേദനിപ്പിക്കാൻ നോക്കി, നിങ്ങളുടെ മുമ്പിൽ വെച്ച് വേറെ പലരുമായിട്ട് ഫ്ലേർട്ട് ചെയ്ത് കാണിച്ചു, നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. ഈ വ്യക്തിക്ക് നിങ്ങളെ ഉപേക്ഷിക്കണം എന്നുണ്ട്. നിങ്ങൾ ഉപേക്ഷിച്ചു, പല പ്രാവശ്യം പോയി. പക്ഷെ എന്നാലും എപ്പോഴും കുറെ നാൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. വീണ്ടും തിരിച്ചു വരുന്നത്. ഈ വ്യക്തി പല പ്രാവശ്യം തലക്കടിക്കുന്നുണ്ട്. ഇത് എങ്ങനെ, ഞാൻ ഇത് എന്തുകൊണ്ടാണ് തലവിധി ഞാൻ ഈ റിലേഷൻഷിപ്പിൽ വന്ന് കയറിയത്? നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ടാണ്. കാരണം ഇവിടെ പെട്ടുപോകുന്ന വ്യക്തിക്ക് അറിയാം. അപ്പൊ മാക്സിമം ഈ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് ചാടിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. പല പ്രാവശ്യം ട്രൈ ചെയ്തു, പല സ്ഥലത്ത് പോയി, നിങ്ങളെ കുറെ പ്രാവശ്യം ഹാർട്ട് ബ്രേക്ക് തന്നു, നിങ്ങളെ മാനസികമായിട്ട് വേദനിച്ചു. കൂടെ ഈ വ്യക്തിയും വേദനിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ കാണുമ്പോ എന്താ ഇവിടെ എന്തിനാ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശയുടെ സ്വഭാവമായിട്ട് സംസാരിക്കുന്ന സ്ത്രീയോ പുരുഷനോ, അത് സ്ത്രീ പുരുഷൻ അങ്ങനെ വ്യത്യാസമില്ല. ഇത് ആരാണോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചു, നിങ്ങളെ പരസ്യമായിട്ട് നാണം കെടുത്താനൊക്കെ ശ്രമിച്ചു. കാരണം സ്ട്രഗ്ലിങ്ങിലാണ് ഇപ്പൊ വ്യക്തി. അത് മനഃപൂർവ്വമല്ല, വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല. പല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്.
അപ്പൊ പല റിലേഷൻഷിപ്പിൽ നിന്ന് ഊരിപ്പോകുന്ന ആളാണ്, ആരോടും അങ്ങനെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ഇത് കണ്ടോ, ഒരു ട്രാപ്പിലായി, നിങ്ങളുമായിട്ട് ട്രാപ്പ് ആയിപ്പോയി. ഈ വ്യക്തി ഇതൊരു ട്രാപ്പ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ ചിലപ്പോ ഈ വ്യക്തി നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് മാജിക് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഞാൻ ഇതിനകത്ത് വന്ന് പെടേണ്ട ആളല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റേ ഇല്ല എന്നൊക്കെ ഈ വ്യക്തി മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് എന്താ പറയാ, പഞ്ചാര വർത്താനം പറയാൻ അറിയാത്ത ഒരാൾ, പഞ്ചാര വർത്താനം എന്നല്ലേ പറഞ്ഞ, അതന്നെ, അങ്ങനെ പറയാൻ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും, മനസ്സിലായോ, കുറെ നിങ്ങളോട് ഫ്ലേർട്ട് ചെയ്തു, മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങളുമായിട്ടും പലതരത്തിലും ഫ്ലേർട്ട് ചെയ്തു, വെറുതെ നിങ്ങളെ എന്താ പറയാ റിലേഷൻഷിപ്പിലേക്ക് വലിച്ചിട്ടു. അത് കഴിഞ്ഞ് ഊരിപ്പോവാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല, പെട്ടുപോയി. അപ്പൊ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി ശരിക്കും നിങ്ങളോട് ഐ ലവ് യു എന്നാണ് പറയുന്നത്. ഇവിടെയും കാണിക്കുന്നുണ്ട് നിങ്ങളോട്, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യം, ഇവിടെയും കാണിക്കുന്നുണ്ട് പ്രപ്പോസ് ചെയ്യുന്ന കാര്യം. പല പ്രാവശ്യം ഫ്രീഡം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തോന്നിയ സമയത്ത് വരിക, തോന്നിയ സമയത്ത് എഴുന്നേൽക്കുക, തോന്നിയ സമയത്ത് പോവുക, തോന്നിയ ആളുകളിലൂടെ പോവുക, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ്. പക്ഷേ ഈ വ്യക്തി ഇപ്പൊ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നത്, പലരോടും സംസാരിച്ചു, ചിലപ്പോ ഇവിടെ വിട്ടുപോയി, ജോലി റിസൈൻ ചെയ്ത് പോയി, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ റിസൈൻ ചെയ്ത് പോയിട്ട് പല സ്ഥലത്ത് ജോലി ചെയ്തു, എബ്രോഡ് പോയി, അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട ഒരു മെന്റാലിറ്റി, അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ വീട്ടിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് അവിടുത്തെ ജോലി രാജിവെച്ച് തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെയും അബദ്ധത്തില് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് നിങ്ങളെ കാണുന്നത് പോലെ വീണ്ടും നിങ്ങളെ വന്ന് കാണുന്നു. മനസ്സിലായോ? വ്യക്തി പെട്ടു, അതാണ് ഇവിടെ കാണിക്കുന്നത്. വ്യക്തി പെട്ടുപോയി, ഇവിടുന്ന് ഊരിപ്പോവാൻ പറ്റില്ല വ്യക്തിക്ക്. വെറുതെ ഈ കാണിക്കുന്നൊക്കെ ജാടയാണ്. മനസ്സിലായോ? നിങ്ങൾ ശരിക്കും ഈ വ്യക്തിയുടെ തലയിൽ കയറിയിരിക്കുകയാണ്. അപ്പോ ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ കാണാതെ. എന്ത് പണിയാണിതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സിനോടൊക്കെ പറയും, ചില ഫ്രണ്ട്സ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഇവരുടെ ഫ്രണ്ട്സിന് ചിലർക്ക് അറിയാം ഈ വ്യക്തി എന്തിൽ കൂടെ പോകുന്നതാണ്. ചിലപ്പോ ഇവരുടെ അമ്മയ്ക്ക് അറിയാൻ പറ്റും, പക്ഷെ മറ്റാർക്കും അറിയില്ല. കാരണം പുറമെ കാണിക്കുന്നത് എനിക്ക് ആരുടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളെ വേറെ ആരുടെയും കൂടെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി അവരോടൊക്കെ വഴക്കുണ്ടാകും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പക്ഷെ ആരോടും പറയുന്നില്ല. ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം, പക്ഷെ എനിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ എന്നൊക്കെ ജാട പറയുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളില്ലാതെ വ്യക്തിക്ക് പറ്റില്ല എന്ന അവസ്ഥയിലാണ്, പെട്ടുപോയി വ്യക്തി, കേട്ടോ. നിങ്ങളെ ഭയങ്കര അധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എത്രത്തോളം നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തി ഇതിനകത്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പെട്ടുപോയി. ചിലപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷനോ ട്വിൻ ഫ്ലെയിം കണക്ഷനോ ഒക്കെ ആയിരിക്കാം. നിങ്ങളെ ഭയങ്കര അധികം വേദന, പക്ഷെ നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മാരേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ലവ് യു, മാരേജ് വേണം, പിന്നെ നിങ്ങളോട് ചോദിക്കണം നിങ്ങൾ വിവാഹം കഴിക്കുമോ. അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾ ഈ വ്യക്തിയോട് സീരിയസ് ആണോ എന്ന് വ്യക്തിക്ക് അറിയില്ലായിരിക്കും. ഹാർട്ട് ബ്രേക്കിൽ കൂടെയാണ് പോകുന്നത്, ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഈ ജാടയ്ക്ക് ഒരു കുറവും കാണിക്കുന്നില്ല ഈ വ്യക്തി. ഇതിങ്ങനെ കുറെ നാള് പോകും, കേട്ടോ, എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് നിങ്ങളെ ഭഗവാനെ. അപ്പോ ഈ പുറം ജാട കണ്ടിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോകണ്ട എന്നാണ് പറയുന്നത്, കാർഡിൽ കണ്ടത്, കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഇതുവരെ എന്റെ റീഡിങ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.